ആ നഷ്ടപ്പെട്ടവൻ്റെ ധൈര്യത്തിലാണ് സാന്റിയാഗോ മുന്നോട്ട് പോകുന്നത്. തൻ്റെ രക്ഷകനായി വന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സുഹൃത്ത് ഇപ്പോൾ അവനെ പറ്റിച്ചിരിക്കുകയാണ്. ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മനസ്സുകൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. നല്ലൊരു മെസ്സേജാണ് തരുന്നത്. സാന്റിയാഗോയുടെ മുഖത്ത് ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ചിരി, സന്തോഷം, അത് പതുക്കെ. എല്ലാവർക്കും നമസ്കാരം. നിധി തേടിക്കൊണ്ട് പുറപ്പെട്ട സാന്റിയാഗോയുടെ ആ യാത്രയിലെ തുടക്കം ഒരു തുടക്കക്കാരൻ്റെ ഭാഗ്യം എന്ന് ആ വൃദ്ധൻ സൂചിപ്പിച്ച പോലെ തൻ്റെ കൂട്ടുകാരന് ആടുകളെ വാങ്ങാൻ താല്പര്യമുണ്ടാകുകയും തൻ്റെ ആടുകളെയൊക്കെ അവന് വിൽക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷത്തിലാണ് ടാഞ്ചീർ തുറമുഖത്ത് അവൻ വന്നിറങ്ങുന്നത്. ഇറങ്ങിയ ഉടനെ ഉണ്ടായ ഒരു അനുഭവം, തൻ്റെ ഭാഷ സംസാരിക്കുന്ന, തൻ്റെ രക്ഷകനായി വന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സുഹൃത്ത് ഇപ്പോൾ അവനെ പറ്റിച്ചിരിക്കുകയാണ്. സാന്റിയാഗോ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഒരാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ആട്ടിൻ പറ്റവുമായി ഞാനിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നല്ല ഒരു ആട്ടിടയനായിരുന്നു ഞാൻ. എൻ്റെ ആട്ടിൻ പറ്റത്തെ പോലും ഞാൻ ഒരു തവണ പോലും പറ്റിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരാളോടും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. നീ എന്തിനാണ് എന്നോടിത് ചെയ്തത്? സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ, ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന ചിന്ത ഉണ്ടാവുന്നതാണ്. ഇതുപോലെ ഒരു സ്വാഭാവിക ചിന്തയാണ് ആട്ടിടയനായ സാന്റിയാഗോയുടെ മനസ്സിലും വന്നത്. വല്ലാത്ത സങ്കടമായി, പൊട്ടി കരഞ്ഞു. അവൻ്റെ വലിയൊരു പ്രശ്നം, ഇനി ഞാൻ എങ്ങനെ വേറൊരാളെ വിശ്വസിക്കും? ഇനി എത്ര ദൈവദൂതനായ ഒരാളിൻ്റെ മുന്നിൽ വന്നാലും അവനെയും ഞാൻ ഇതുപോലെ എന്നെ പറ്റിക്കുമോ എന്നൊരു പേടിയോടുകൂടിയല്ലേ ഞാൻ നോക്കിക്കാണുക എന്നതായിരുന്നു സാന്റിയാഗോയുടെ ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടായത്. ഏതായാലും പിറ്റേന്ന് രാവിലെ കടക്കാരൻ വിളിച്ചാണെങ്കിലും എഴുന്നേറ്റ് അദ്ദേഹത്തെ സഹായിച്ച് അദ്ദേഹം നൽകിയ ചെറിയ പലഹാരവും കഴിച്ചുകൊണ്ട് സാന്റിയാഗോ മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ സാന്റിയാഗോക്ക് വല്ലാത്തൊരു ധൈര്യമുണ്ട്. നമുക്കറിയാലോ, എല്ലാം നഷ്ടപ്പെട്ടവന് ഉണ്ടാകുന്ന ഒരു ധൈര്യം. കൊള്ളക്കാരുള്ളൊരു നാടാണ്, പേടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ സാന്റിയാഗോക്കൊന്നും പേടിക്കല്ല. കാരണം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒന്നുമില്ല, ഫുൾ ഫ്രീ ആണ്. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ധൈര്യത്തിലാണ് സാന്റിയാഗോ മുന്നോട്ട് പോകുന്നത്. അവനിങ്ങനെ നടന്ന് കുറച്ച് നടത്തിയപ്പോൾ ഒരു കുന്നിൻ ചെരുവ് ഇങ്ങനെ കാണുന്നുണ്ട്. ആ കുന്നിൻ ചെരുവിലേക്ക് സാന്റിയാഗോ ഇങ്ങനെ കയറി നടക്കുക. പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല, എവിടെ പോകണം എന്നൊന്നുമില്ല, എന്ത് ചെയ്യണമെന്നില്ല. ആ ചെരുവിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ചില്ല് പാത്രങ്ങളുടെ ഒരു കട കാണുന്നുണ്ട്. സാന്റിയാഗോ ആ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കട്ടെ? ഒരു പരിക്കൻ സ്വരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേണ്ട. സാന്റിയാഗോ വീണ്ടും ചോദിച്ചു, എനിക്ക് ക്യാഷൊന്നും തരണ്ട, എനിക്ക് ഭക്ഷണം വാങ്ങി തന്നാൽ മതി. അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് സാന്റിയാഗോ ചില്ല് പാത്രങ്ങൾ പതുക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങി, അതിങ്ങനെ തുടക്കാൻ തുടങ്ങി. ആ സമയത്ത് രണ്ടാളുകൾ കടയിലേക്ക് കയറി വരിക. അവർ ആ പാത്രങ്ങൾ വാങ്ങിപ്പോകുന്നുണ്ട്. കടക്കാരൻ പതുക്കെ ഈ സാന്റിയാഗോയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൻ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു കടയിലേക്ക് പോകുന്നു. ആ കടയിൽ ചെന്ന് അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, നീ വന്നത്, നീ ഒരു നല്ല മനുഷ്യനാണ്, നിൻ്റെ കാലിനൊരു പ്രത്യേക ഐശ്വര്യമുണ്ട്. നീ വന്നതോടുകൂടി എൻ്റെ കടയിൽ കച്ചവടം നടക്കുകയുണ്ടായി. സത്യത്തിൽ നീ പാത്രങ്ങൾ തുടച്ചു തന്നിട്ടില്ലെങ്കിലും നിനക്ക് ഭക്ഷണം വാങ്ങിത്തരിക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാന്റിയാഗോ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറയുന്ന മറുപടി, നീ ആ ചില്ലുപാത്രങ്ങൾ തുടച്ചപ്പോൾ ആ പാത്രം മാത്രമല്ല ക്ലീൻ ചെയ്തത്, നീ എൻ്റെ മനസ്സുകൂടെ ക്ലീൻ ചെയ്തു എന്ന്.
പൊടിപിടച്ച് കിടക്കുന്ന എൻ്റെ മനസ്സിന് നീ പാത്രങ്ങൾ ഇങ്ങനെ തുടച്ചപ്പോൾ എൻ്റെ മനസ്സും ഇങ്ങനെ ക്ലീനായി. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ കറ പിടിച്ച് കിടക്കും. നമ്മളിങ്ങനെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മനസ്സും ഇങ്ങനെ ക്ലീൻ ആവണം. നോമ്പിനൊക്കെ മുന്നോടിയായിട്ട് വീട്ടിലെ എല്ലാ ഫർണിച്ചറുകളും പാത്രങ്ങളും അതുപോലെ എല്ലാ കോർണറൊക്കെ നമ്മൾ അടിച്ച് വൃത്തിയാക്കും. ആ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സുകൂടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. നല്ലൊരു മെസ്സേജാണ് തരുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അപ്പോൾ നീ എൻ്റെ മനസ്സുകൂടെ ക്ലീൻ ചെയ്തു എന്ന്. എന്നിട്ട് പറയുന്നു, നീ നല്ലൊരു മനുഷ്യനാണ്, നിനക്ക് എൻ്റെ കടയിൽ ജോലിക്കാരനായി നിൽക്കാൻ പറ്റുമോ? ശരിക്കും സാന്റിയാഗോ ആഗ്രഹിച്ചൊരു സാധനമാണ്. പക്ഷെ സാന്റിയാഗോ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം നിന്ന് ഞാൻ പണിയെടുത്തതിന് നിങ്ങൾ ശമ്പളം തരികയാണെങ്കിൽ അതും കൊണ്ട് എനിക്ക് ഈജിപ്തിലേക്ക് പോകണം. ഈജിപ്തിലേക്ക് പോകണമെന്ന് കേട്ടപ്പോൾ ഇദ്ദേഹം കടക്കാരൻ വല്ലാതെ ഞെട്ടിപ്പോയി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈജിപ്തിലേക്കോ? അതെന്തിനാ? താൻ ഒരനുഭവം മുമ്പുണ്ടായതുകൊണ്ട് തന്നെ നിധി എടുക്കാൻ പോകുകയാണെന്നൊന്നും പറയാൻ നിന്നില്ല. മറിച്ച് അവൻ പറഞ്ഞു, എനിക്ക് പിരമിഡുകളൊക്കെ ഒന്ന് കാണണം, ആ പിരമിഡുകളുടെ അടുത്തേക്കൊന്ന് പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യാനുണ്ട്, നീ ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു പക്ഷെ ഒരു വർഷം പണിയെടുത്താലും അതിനുള്ള പൈസയൊന്നും നിനക്ക് കിട്ടൂല. സാന്റിയാഗോയുടെ മുഖത്ത് ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ചിരി, സന്തോഷം, അത് പതുക്കെ മാഞ്ഞുപോയി. കടക്കാരൻ ചോദിച്ചു, എന്തു പറ്റി? സാന്റിയാഗോ പറയുന്നുണ്ട്, അത്രയും ദൂരമുണ്ടോ? അപ്പോൾ അദ്ദേഹം തമാശ രൂപത്തിൽ പറയണു, അത് സാരല്ല, നിനക്ക് പിരമിഡ് അല്ലേ വേണ്ടത്, അത് കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ടാക്കിയൊരു സാധനമല്ലേ, അത് വേണമെങ്കിൽ നമ്മുടെ കടയുടെ പിന്നിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പക്ഷെ അത് സാന്റിയാഗോ അത്ര ഇഷ്ടമായില്ല. സാന്റിയാഗോയുടെ ചിന്ത മാറുകയാണ്, ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു, ഞാനെന്തൊരു വിഡ്ഢിയാണ്, എപ്പോഴോ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ ഓടി നടക്കുക. തൻ്റെ ജീവിതവും തൻ്റെ എല്ലാ കാര്യങ്ങളും ഇട്ടേച്ചിട്ട്, തൻ്റെ എല്ലാമായിരുന്ന ആടുകളെ ഉപേക്ഷിച്ചിട്ട് ഞാനിങ്ങനെ പോവുക. കുറച്ച് സമയം സാന്റിയാഗോ ഒന്നും മിണ്ടാതെ നിശബ്ദനായി നിന്നു. സത്യത്തിൽ അപ്പോഴാണ് തൻ്റെ സ്വപ്നം ഇത്രയും വിദൂരത്താണ് എന്ന് സാന്റിയാഗോ തിരിച്ചറിയുന്നത്. അവങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ആ ഒരു സ്വപ്നത്തെ വിട്ടേക്കാം. എൻ്റെ നാട്ടിൽ ഒരു വലിയ ആട്ടിൻപറ്റവുമായി എനിക്കെത്തണം. ഇപ്പോൾ ഉണ്ടായിരുന്നത് പോരാ, അതിൻ്റെ ഇരട്ടി ആടുകളുണ്ട് എനിക്കുണ്ടാവണം. ഇങ്ങനെ ഒരു മാറ്റത്തിന് സാന്റിയാഗോ തയ്യാറാകുകയാണ്. സാന്റിയാഗോ മനസ്സിലിങ്ങനെ പറയാം, മാറണം. സാന്റിയാഗോ തൻ്റെ മനസ്സിലിങ്ങനെ പറയാണ്, ഒരു മാറ്റത്തിനെപ്പോഴും നമ്മൾ തയ്യാറാവണം. സാന്റിയാഗോ തൻ്റെ മനസ്സിൽ പറയാണ്, ഒരു മാറ്റത്തിനെപ്പോഴും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കണം. അങ്ങനെ സ്വന്തം സ്വപ്നത്തെ സാന്റിയാഗോ മാറ്റിയിട്ട് അതിലേക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയൊരു ആട്ടിൻപറ്റവുമായി തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആ ആട്ടിൻപറ്റത്തെ വാങ്ങാനുള്ള പണം അത് ഈ കടയിൽ നിന്നുകൊണ്ട് സമ്പാദിക്കണം എന്ന് സാന്റിയാഗോ തീരുമാനിക്കുകയും അങ്ങനെ ഈ ഒരു കഥയുടെ ആദ്യ പാർട്ട് അവസാനിക്കുകയും ചെയ്യുകയാണ്. ഈ കഥയ്ക്ക് 2 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് ടാഞ്ചീറിലെ ആ ഒരു കടയിൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് ആ കടയിൽ നിന്ന് തന്നെ തുടങ്ങും. അടുത്ത വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം.